ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറേസിനും ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിക്കും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ഔദ്യോഗികമായി കത്തെഴുതി. മേഖലയെ മുഴുവൻ ആണവ വികിരണ ഭീഷണിയിലാക്കുന്ന അസഹനീയമായ സാഹചര്യം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ബോംബാക്രമണം മേഖലയെ വിനാശകരമായ ആണവ ദുരന്തത്തിന്റെ വക്കിലെത്തിക്കുമെന്ന് ഇറാൻ പറയുന്നു. ആക്രമണത്തെ തുടർന്നുണ്ടാകുന്ന ആണവ വികിരണം ഇറാനേക്കാൾ കൂടുതൽ ബാധിക്കുക ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളെയായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി മുന്നറിയിപ്പ് നൽകി. യുക്രൈനിലെ സാപ്പോറീഷ്യ ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക എന്തേ ബുഷറിന്റെ കാര്യത്തിൽ ഇല്ലാത്തതെന്ന് അരാങ്ചി ചോദിച്ചു. ഇതുവരെ 4 തവണയാണ് ബുഷർ നിലയത്തിന് നേരെ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ആക്രമണം നടത്തിയത്. ബുഷറിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് പുക പടർന്നാൽ അത് പേർഷ്യൻ കടലിടുക്കിന് മറുഭാഗത്തുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജനജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. കാറ്റിന്റെ ഗതിയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇതൊക്കെ വെച്ച് തന്നെ വികിരണം ടെഹ്റാനേക്കാൾ വേഗത്തിൽ ഗൾഫ് നഗരങ്ങളിലെത്തും എന്നത് ഗൗരവകരമായ യാഥാർത്ഥ്യമാണ്. ആണവ നിലയത്തിന് പുറമെ ഇറാന്റെ പെട്രോ കെമിക്കൽ ശാലകളും അമേരിക്കൻ സഖ്യം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന യഥാർത്ഥ ലക്ഷ്യമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്ന് അരാങ്ചി കുറ്റപ്പെടുത്തി. യുദ്ധം കേവലം സൈനിക കേന്ദ്രങ്ങളിൽ ഒതുങ്ങാതെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പടരുന്നത് വലിയ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കും. ശനിയാഴ്ച പുലർച്ചെ ബുഷേർ നിലയത്തിന് സമീപം നടന്ന പ്രൊജക്ടൈൽ ആക്രമണം മേഖലയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള 4ാമത്തെ സംഭവമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. നിലയത്തിന്റെ സുരക്ഷാ വിഭാഗത്തിലെ ഒരു ജീവനക്കാരൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അനുബന്ധ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ മനുഷ്യരാശിക്കും പരിസ്ഥിതിക്കും കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് അബ്ബാസ് അരാങ്ചി മുന്നറിയിപ്പ് നൽകി. നിലവിൽ ആണവ വികിരണ തോതിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന് തൊട്ടടുത്ത് നടക്കുന്ന സ്ഫോടനങ്ങൾ വലിയൊരു ആണവ ദുരന്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ബുഷറിലെ സംഭവത്തിൽ AIA മേധാവി റാഫേൽ ഗ്രോസി അതിശക്തമായ ആശങ്കയും രേഖപ്പെടുത്തി. ആണവ നിലയങ്ങളോ അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളോ ഒരിക്കലും സൈനിക ലക്ഷ്യങ്ങളാകരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രധാന പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന അനുബന്ധ കെട്ടിടങ്ങൾ തകരുന്നത് ആണവ അപകടങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധ സാഹചര്യങ്ങളിൽ ആണവ സുരക്ഷ ഉറപ്പാക്കാൻ പാലിക്കേണ്ട 7 സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് ഗ്രോസി കുറ്റപ്പെടുത്തി. പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്നും ഒരു അണുബോംബ് സ്ഫോടനത്തിന് സമാനമായ അപകടം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ശനിയാഴ്ചത്തെ ആക്രമണം പ്ലാന്റിന്റെ ചുറ്റുമതിലിന് തൊട്ടടുത്താണ് നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായും കെട്ടിടത്തിന് വിള്ളലുകൾ വീണതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനത്തെ ഇത് ബാധിച്ചിട്ടില്ലെന്നാണ് പ്രാഥമികമായ വിവരം.